എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ ഒളവറയിലാണുള്ളത്. ഒളവറയിൽ ഒരു കാഴ്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്ന കോച്ച് റെസ്റ്റോറന്റ്, ആ റെസ്റ്റോറന്റിലുള്ള ബോഗി ഇവിടെ ഒളവറയിലെ റെയിൽവേ ട്രാക്കിൽ എത്തിയിട്ടാണുള്ളത്. അത് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ട്രക്കിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. വലിയ ക്രെയിനിന്റെ സഹായത്തോടു കൂടിയാണ് ഇതൊക്കെ ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാഴ്ചയും പുതിയ അറിവുമാണ്. കാലം മാറിയതിനനുസരിച്ച് നമ്മുടെ റെസ്റ്റോറന്റ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണപ്രിയരാണ് മലയാളികൾ. അതുകൊണ്ട് വൈവിധ്യമായ രീതിയിൽ മലയാളികളുടെ ഭക്ഷണ താല്പര്യങ്ങളെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വികസനം നടക്കുകയാണ്. അതിന്റെ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലത്താണ് ഈ റെയിൽവേ കോച്ച് സ്ഥാപിച്ചുകൊണ്ട് ഒരു റെസ്റ്റോറന്റ് ആരംഭിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ആളുകൾക്ക് അറിയാം. കാരണം മാധ്യമങ്ങളിലൂടെ അത്തരം വാർത്തകളൊക്കെ വന്നിരുന്നു. അങ്ങനെയുള്ള ഈ കോച്ച് ഒളവറ റെയിൽവേ ട്രാക്കിൽ വെച്ചുകൊണ്ട് ഇതിന്റെ വലിയ ക്രെയിനിന്റെ സഹായത്തോടു കൂടിയിട്ട് മാറ്റുന്ന ഒരു പ്രവർത്തനം ഇവിടെ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. കാഴ്ചകളിലേക്ക് രാജധാനി എക്സ്പ്രസ് ആണ്. ഇതാരാ പറയാം? അതിനെക്കുറിച്ച് പറയണേ. കൊന്തേലും ഇതിന് മേലെ കൂടെ പോയാലും കുഴപ്പമുണ്ടാവില്ല, ഒരഞ്ഞു പോയാൽ കുഴപ്പമുണ്ടാവും. ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് ക്രെയിനിന്റെ സഹായത്തോടു കൂടി ലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ട്രക്കിന്റെ മുകളിൽ കയറ്റാനുള്ള ശ്രമമാണ്. അതുമായി ബന്ധപ്പെട്ട കുറേ സമയമായി അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക. ചില പുത്തൻ കാഴ്ചകളാണ്, പുതിയ കാഴ്ചകളാണ് ഇതൊക്കെ.
ഒരു പുതിയ ഒരു റെസ്റ്റോറൻ്റാണ് ഇവിടെ വരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് എന്താണ് നമ്മുടെ നാട്ടിൽ, കാരണം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനൊക്കെ വലിയ രീതിയിൽ വികസിച്ച് വരുന്നുണ്ട്. അത് ആ സമയത്ത് റെയിൽവേയുടെ ആ ഒരു പരിസരത്ത് റെയിൽവേയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഗൃഹാതുര ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കോച്ച് റെസ്റ്റോറൻ്റ് അവർ ഇവിടെ സ്ഥാപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇവിടെ റെയിൽവേ ഈ കോച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. അത് വലിയ ക്രെയിനിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് പിന്നെ നമ്മുടെ ട്രക്കിലേക്ക് മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരത് കാണുക. Roparia. Oh, kali Roparia. നമസ്കാരം. ട്രാക്കിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്തു. ഇനിയിപ്പം ഇതിലേക്കല്ല കരുതല്ലേ, ഇതിലേക്കാ ഈ കോച്ച് ഇതാ ഈ ട്രക്കിലേക്കാണ് കയറ്റുന്നത്.
കാര്യം പറ ആരോ ആരോ പറയല് ലൈവ് ഇങ്ങോട്ട് പേപ്പറായി പോയേട്ടാ ബൈ बीबी आज को होना कंडा बीबी मरूं आज को होना कंडा बीबी मरूं बीबी मरूं ओडी बुंडोन ഊറോടെ സിംഗിളേ बस 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 बापरिया गाड़ दो होल्डन ഊറോടെ അപ്പുറത്ത് എങ്ങനെയുണ്ട് അപ്പുറത്തെ സൈഡ് നോക്ക് സീറ്റിൽ അപ്പുറത്ത് ആ സൈഡ് നോക്ക് മതി അത് മേളിലേക്ക് പൊക്കോളൂ കയറിനടുത്ത് നോട്ടെ കയറിനടുത്ത് നമ്മൾ റെയിൽവേ ട്രാക്കിലെ ഈ ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ പിന്നെ വിച്ഛേദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇതിലൂടെ ഇറക്കുന്നത്. കാരണം അത് നിങ്ങൾ കാണാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റേ ട്രാക്കിൽ തന്നെ ഇതിൻ്റെ നമ്മൾ ഇലക്ട്രിക്കലാണല്ലോ ഇപ്പോൾ നമ്മൾ ട്രെയിനുകളൊക്കെ ഓടുന്നത്. അതിൻ്റെ ആ സംവിധാനം പിന്നെ നിലവിൽ അപ്പുറത്തെ ട്രാക്കിലുണ്ട്. ഈ ട്രാക്കിൽ ആ സംവിധാനങ്ങൾ മുകളിൽ നിന്ന് വിച്ഛേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കോച്ച് ഇവിടെ ഇറക്കുന്നത്. അതിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. പറയുന്നു ലൈവില് അല്ലെങ്കിൽ ഞാൻ ലൈവായിട്ട് ചെയ്യും. പറയാൻ വേണ്ടി പറ. ആളുകൾ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ
ആ ഒരു കാര്യങ്ങളും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് ഇത് ഇങ്ങനെ ലൈവാണ്, എന്തിനാണ് ഇത് ഇങ്ങനെയുള്ള നമുക്കറിയാം ഇവിടെ പുതിയ റെയിൽവേ സ്റ്റേഷന്റെ ഒരു പിന്നെ അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെയിൽവേ കോച്ച് റെസ്റ്റോറന്റാക്കി മാറ്റുക എന്നുള്ള രീതിയിലാണ് ഒരു പുതിയ സംരംഭം പിന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ഇത് ഇങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് പോകാനുള്ള കാരണം എന്താ? ഇന്ത്യയിലേക്ക് പോയത് നമ്മളൊരു സ്ഥിരം ട്രെയിൻ യാത്രക്കാരാണ്, നമ്മളൊരു 3-4 സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മളൊരു ദിവസം ഇങ്ങനൊരു സാധനം ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ റെയിൽവേയിൽ ഒരു പ്രപ്പോസൽ കൊടുത്തു. റെയിൽവേ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം നമ്മളെടുത്ത് ആശയത്തിന്റെ കൂടെ നിന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കോച്ച് എത്തിച്ച് കോച്ച് ട്രാക്കിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തേണ്ട പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നു. ഇത് പിന്നെ എവിടുന്നാണ് ഇത് കൊണ്ടുവന്നത് കോച്ച്? ഷൊർണൂരിൽ നിന്ന് വരുന്ന കോച്ചാണ്. മംഗലാപുരം പോയി അവിടുന്ന് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പാർസൽ കഴിച്ച് തിരിച്ച് കണ്ണൂർ വന്ന് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ രാവിലെ ആണ് പൈനൂർ. അതെ അല്ലേ. ഇതിനിപ്പം പിന്നെ ഇത് നിങ്ങൾ പൈനൂര് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ പുതിയ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് അവിടെ വലിയ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പുതിയ ആധുനിക മുഖം പൈനൂർ റെയിൽവേ സ്റ്റേഷൻ വരികയാണ്. അവിടെ ഈ ഇങ്ങനെയുള്ളൊരു കോച്ച് സ്ഥാപിച്ചുകൊണ്ട് പിന്നെ ഒരു ഹോട്ടൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അതെ, സ്റ്റേഷന്റെ മുന്നിൽ പറഞ്ഞതുപോലെ സ്റ്റേഷൻ വലിയ ആധുനിക സജ്ജീകരണങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവാൻ വേണ്ടി പോവാണ് പയ്യന്നൂർ. അപ്പോൾ അതിന് പുറമെ റെയിൽവേ സ്റ്റേഷന്റെ ഒരു റെപ്ലിക്ക നമ്മൾ പുറത്തുണ്ടാക്കുകയാണ്. പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതുപോലെ തന്നെ ഈ കോച്ചിനകത്ത് നമുക്ക് ടൈം ചെയ്യാൻ വേണ്ടി പറ്റും. മുഴുവനായിട്ടൊരു സ്റ്റേഷൻ പുറമെ അകത്ത് കയറാതെ തന്നെ ഒരു സ്റ്റേഷൻ ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ട്രെയിനിൽ ഇരുന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാ സീറ്റിലും പെടുന്ന ഭക്ഷണം കഴിക്കാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കാനുള്ളതാണ്. ഒന്ന് പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥാപിക്കുന്ന ഈ കോച്ച് അതുപോലെ തന്നെ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മൊത്തം ഒരു ആംബിയൻസ് ഒക്കെ കൊണ്ടുവന്ന് ആധുനിക രീതിയിലുള്ള ഭക്ഷണം. അതെ അതെ, അതാണ് എങ്ങനെ എല്ലാ ചൈനീസ് നമ്മുടെ എന്താ പറയാ എല്ലാ കുസീനിലും വന്ന ഉള്ള ഭക്ഷണവും അവിടെ ഉണ്ടാവും. എത്ര ആൾക്ക് കപ്പാസിറ്റി ഇരിക്കാൻ പറ്റും? നമ്മളവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൽ ഒരു 80 ആള്, അതുപോലെ ആ കോച്ചിനകത്ത് ഒരു 160 ആളുകൾക്ക് പറ്റുന്ന രീതിയിലുള്ള വലിയ റെസ്റ്റോറന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡേ നൈറ്റ് അങ്ങനെയാണ്? 24 hours. അതെയാ. എത്ര ആളാ? ട്രെയിനിൽ വരുന്ന ആളുകൾക്ക് രാത്രി പുലർച്ചെ വന്നാലും അർദ്ധരാത്രി വന്നാലും ഭക്ഷണം കൊടുക്കാന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ മലയാളികളുടെ ഭക്ഷണം ഉണ്ടോ അതിൽ? എല്ലാം നാടൻ ഭക്ഷണമുണ്ട്. ചായക്ക് ഒരു സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ട്. റെയിൽവേയിൽ പാസ് ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ തന്നെ അല്ലേ? എത്ര ആൾ കൂടിയിട്ടാണ്? ആരെല്ലാം? നമ്മൾ 4 ആളാണുള്ളത്. എന്റെ പേര് ഹരികൃഷ്ണൻ, പിന്നെ സതീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ സാജിദ് പറഞ്ഞ നമ്മളൊരു പാർട്ട്ണറുണ്ട്, പിന്നെ ഹാരിസ് ഉണ്ട്, ഒരു ഗസ്റ്റ് ഉണ്ട്. അങ്ങനെ 5 ആൾ കൂടിയില്ലേ? വലിയൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ പരിപാടിയാണോ ഇത്? ഇതിൽ കൊണ്ടുവരാൻ വലിയ പൈസ ഉണ്ടോ ഇപ്പം? അങ്ങനെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെ മാറിയ പൈനൂരിനും കൂടെ സഞ്ചരിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അല്ലെ? അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ വേണം. പണക്കാരൻ മാത്രം ഇല്ല. ഇയാളുണ്ടോ കൂടെ? എല്ലാരും ഉണ്ട്. അതെ, നമ്മളടക്കം ഉണ്ടല്ലേ? ആയിക്കോട്ടെ, അത് നല്ലതല്ലേ. ഓക്കെ, എന്നാൽ സന്തോഷം. ഏതായാലും പയ്യന്നൂരിനൊരു പുതിയ ഇത് എന്ന് പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് പയ്യന്നൂരിലെ ഒരു പുതിയ പിന്നെ ഒരു സംവിധാനം, പയ്യന്നൂരിന് ഒരു പുതിയ പയ്യന്നൂര് നമ്മൾ പലപ്പോഴും പറയാണ്ട് പയ്യന്നൂര് വല്ലാതെ പിന്നെ പിറകോട്ടാണ് വികസനത്തിന്റെ കാര്യത്തിലും മറ്റും, പിന്നെ വളരെ പിറകോട്ടാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. അതിനെ കുറിച്ചൊക്കെ പിന്നെ മറ്റും നമ്മുടെ സമീപസ്ഥല പ്രദേശങ്ങളെ സംബന്ധിച്ച് താരതമ്യം ചെയ്യുന്ന സമയത്ത് പയ്യന്നൂര് വികസനത്തിന്റെ കാര്യത്തിൽ വേറെ ഒന്നും മുന്നേറിയിട്ടില്ല. പയ്യന്നൂർ ഒരുപാട് സാധ്യതയുണ്ട്. എന്നാൽ അത്രത്തോളം സാധ്യതയുള്ള ഒരു പിന്നെ ഭരണ സംവിധാനം അങ്ങനെ പയ്യന്നൂരിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആവശ്യമായ ബുദ്ധി ഉള്ള ഒരു ഭരണ സംവിധാനം എന്തുകൊണ്ടോ പയ്യന്നൂരിൽ വളരെ കുറവായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പച്ചവെളിച്ചത്തിന് ഉള്ളത്. അതുകൊണ്ട് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു പുതിയൊരു സംരംഭവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇത് പെട്ടെന്നാണ് നമ്മൾ നഗരസഭയിലെ പച്ചവെളിച്ചം പ്രേക്ഷകർക്കറിയാം. പച്ചവെളിച്ചം നഗരസഭയിലെ ലേലവുമായി ബന്ധപ്പെട്ട ലൈവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് പല കോളുകളും വന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാഴ്ച, കാരണം ഒരു കോച്ച് തന്നെ ഹോട്ടലായി മാറുന്ന ഒരു കാഴ്ച, അതിന്റെ വർക്ക്, അത് ട്രാക്കിൽ നിന്ന് ഇറക്കുന്ന സംവിധാനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് പിന്നെ പ്രേക്ഷകർക്ക് ഈ ഒരു ദൃശ്യത്തിലൂടെ നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഏതായാലും
നമ്മളെ ഇവിടെ അഷ്റഫ് AMB പറഞ്ഞ ഒരു ചായക്കട തുടങ്ങാൻ എന്തെല്ലാം പാട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ആളുകൾ വൈവിധ്യങ്ങളെ അതുപോലെ തന്നെ വ്യത്യസ്തതകളെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ആളുകൾ, മലയാളികൾ. അതുപോലെ തന്നെ വൻകിട കെട്ടിടത്തിന്റെ മുകളിൽ അതുപോലെ തന്നെ മറ്റു പല സ്ഥലത്തൊക്കെ റെസ്റ്റോറന്റ് ആക്കിയിട്ട് അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മനുഷ്യർക്ക് എങ്ങനെയാണ് സന്തോഷം, ഏതിലൊക്കെയാണ് സന്തോഷം, അത് നല്ല രീതിയിൽ, അല്ലാതെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ലഹരിയിലോ അതുപോലെ തന്നെ മറ്റുള്ളതിലോ ഒന്നും രമിക്കാതെ നല്ല ഭക്ഷണം ഒരു വൈവിധ്യമായ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഈ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചോദിക്കേണ്ട ചോദ്യങ്ങളിലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എന്നതാണ് പച്ചവെളിച്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടോ എന്ന് പറയുന്നത്. അത്തരം ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വികസിച്ച് വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ കാഴ്ചയാണ് പ്രേക്ഷകരുമായിട്ട് പച്ചവെളിച്ചം പങ്കുവച്ചിട്ടുള്ളത്. അതിന്റെ പ്രാരംഭ പ്രവർത്തനമാണ് ഇത്. ഇവിടുന്ന് വലിയ ട്രാക്കിൽ നിന്ന് ഇപ്പോൾ ഇറക്കി താഴെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. അതുപോലെ വലിയ ക്രെയിനിന്റെ സഹായത്തോടു കൂടിയിട്ട് രണ്ട് ക്രെയിൻ ഉണ്ട്. ആ 2 ക്രെയിനിന്റെ സഹായത്തോടു കൂടിയിട്ട് അത് അവിടുന്ന് എടുത്തിട്ട് ഈ ട്രക്കറിൽ സ്ഥാപിച്ചിട്ട് ഈ ട്രക്കർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ അത് പോയിട്ട് അവിടെ സ്ഥാപിക്കും. അതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ. ഏതായാലും ഈ ഒരു വീഡിയോ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. പച്ചവെളിച്ചത്തിന് വേണ്ടി ഉളവറയിൽ നിന്ന് രാജീവൻ പച്ച. മിതമായ നിരക്കിൽ ഫുഡ് കിട്ടിയാൽ നല്ലത്, അതും സൂചിപ്പിച്ചിട്ടുണ്ട് ഷുഹൈബ് കണ്ണൂര്. അതും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് വാർത്ത ചെയ്യുന്ന സമയത്തും പാവങ്ങളെ പരിഗണിക്കണം, അവർക്കും ഉള്ള ഒരു ഇടം, ആ സ്പേസ് അവിടെ ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഒരു തികച്ചും സാധാരണക്കാരനായ ഒരു മാധ്യമപ്രവർത്തകനാണ് പച്ചവെളിച്ചം. എന്തായാലും പച്ചവെളിച്ചം ഒരു വാർത്തയെ സമീപിക്കുമ്പോൾ എന്തായാലും പാവപ്പെട്ടവർക്ക് എന്ത് അവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്ന കാര്യം ചോദിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ആളുകളോട് പച്ചവെളിച്ചം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പാവങ്ങളെ പരിഗണിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിവരം ഇവിടെ കൊടുക്കുകയാണ്. ഏതായാലും സന്തോഷം. കുറെ നാട് വികസിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. നാട് വികസിക്കട്ടെ, നാട് എല്ലാ അർത്ഥത്തിലും വികസിക്കണം. പയ്യന്നൂർ വികസിക്കട്ടെ. എന്നാൽ പയ്യന്നൂരിൽ നമ്മുടെ പുതിയ ആളുകൾ ഇവിടെ എത്തട്ടെ. അവർക്ക് പുതിയ കാഴ്ചകൾ കാണാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പയ്യന്നൂരിലുണ്ട്. എല്ലാം ഗുണപ്രദമായിട്ട്, എല്ലാം പോസിറ്റീവായിട്ട് മാറട്ടെ എന്നാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല. ഇതിന്റെ മറ്റു കാഴ്ചകൾ, മറ്റൊരു കാഴ്ചകൾ പറ്റുമെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അത് പിന്നീട് മറ്റൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കും. ഏതായാലും വലിയ രീതിയിലുള്ള പ്രേക്ഷകരാണ് ഈ സമയത്ത്. പച്ചവെളിച്ചത്തിന്റെ ലൈവ് എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന സംവിധാനം, നമ്മൾ മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതൊന്നല്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രേക്ഷക സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ കാഴ്ച പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്ന പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.